Christ is risen. Indeed, He is risen. സത്യമായും നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന് സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടി പാടിപ്പറയുന്ന നിമിഷമാണ്. വളരെ നിരാശയിലും പ്രയാസത്തിലും ഇരിക്കുന്നതായ ചില സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവരുടെ മനസ്സിലുള്ള ഒരാകുലത കല്ലറയുടെ മുൻപിലുള്ള വലിയ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കല്ല് ഉരുട്ടി മാറ്റിയതാണോ അതോ അവരവിടെ ചെന്നപ്പോൾ മാറിയിരിക്കുന്നതായിട്ടാണോ കണ്ടത്? കല്ല് മാറിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലുള്ള എല്ലാ കല്ലുകളും മാറിപ്പോകും. യാതൊരു സംശയവുമില്ല. ഈ പുനരുദ്ധാന പെരുന്നാളിൽ നമുക്ക് കർത്താവിനെ നോക്കാം. ഉദ്ധിതനായ കർത്താവിനെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചാൽ മുൻപിലുള്ള എല്ലാ കല്ലുകളും മാറിപ്പോകും. ജീവിതത്തിൽ വലിയ പ്രത്യാശ ഉണ്ടാകും. ഒഴിഞ്ഞ കല്ലറയാണ് നമ്മുടെ പ്രത്യാശ, ഒഴിഞ്ഞ കുരിശാണ് നമ്മുടെ സന്തോഷം. മലയാള ഗാനരചയിതാവും വളരെ പ്രശസ്തനുമായിരുന്ന ജോൺസൺ മാസ്റ്റർ മരണപ്പെട്ടു. 1-2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ മകളും മരിച്ചു. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ ഒരു കുടുംബത്തിലെ 3 മരണങ്ങൾ. ജോൺസൺ മാസ്റ്ററുടെ ഭാര്യ റാണി ജോൺസൺ ലോകത്തോട് ആ നാളുകളിൽ വിളിച്ചു പറയുകയാണ്, എനിക്ക് ജീവിക്കാനായിട്ട് പ്രേരണ തന്നത് ഉദ്ധിതനായ കർത്താവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ്. എനിക്ക് ജീവിക്കാൻ പ്രേരണ തന്നത് സങ്കീർത്തനത്തിലെ മധ്യവാക്യമാണ്, യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമുക്ക് ജീവിക്കാൻ ഉത്സാഹം നൽകുന്നത്, പ്രേരണ നൽകുന്നത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്ന വലിയ സത്യമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സത്യമായിട്ടും അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.